ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ സാംസങ് S24 അൾട്ര അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ഡീൽ എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരു ഫോണാണ്. നിങ്ങൾക്ക് അറിയും സാംസങ്ങിന്റെ S25 അൾട്ര ഓൾമോസ്റ്റ് ഫ്ലോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധനം. എന്താ വെച്ചാൽ S24 അൾട്രയായിട്ട് വലിയ ഡിഫറൻസും കാണാനൊന്നുമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ എസ് പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒരു ഡൗൺ ഗ്രേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് സാധനം വന്നിരിക്കുന്നത്. ആകെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയാനുള്ളത് നമ്മുടെ ക്യാമറ സെൻസറിന്റെ വൈഡ് ലെൻസ് നിന്ന് മാറ്റി ഇമ്പ്രൂവ് ചെയ്ത് 50 മെഗാ പിക്സലിന്റെ സാധനമാക്കി എന്നല്ലാണ്ട് വലിയ കാര്യമായിട്ട് പറയാനുള്ള ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കൊല്ലം മുമ്പത്തെ ഒരു ഫോൺ നിധിയിൽ S24 അൾട്ര ഇപ്പോൾ പ്രൈസ് ഓൾമോസ്റ്റ് 30,000 കുറച്ചിട്ട്, അതായത് 1,30,000 ആയതുകൊണ്ട് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നതാണ്. ഇപ്പം നമുക്ക് ആക്ച്വലി ആമസോണിൽ ഇതിന് 999, അതായത് 99,999 98,999 ഒക്കെ ആയിട്ട് പ്രൈസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട്, വേറെ കാര്യം. അപ്പോൾ നല്ല ബെസ്റ്റ് ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രൈസിന്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 എണ്ണം കാണിക്കുന്നുണ്ട്, 2 കളർ നമുക്ക് ആക്ച്വലി ഈ പ്രൈസിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ആമസോണിൻ്റെ പേജാണ്. ഞാനൊന്ന് ഇത് കുറയ്ക്കാം. ഇതാ കണ്ടോ, ഇതിൻ്റെ എന്താ പറയുക, ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ടൈറ്റാനിയം ഗ്രേ കളറിലും നമുക്ക് 99,920 രൂപീസിനും 99,648 രൂപീസിനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെല്ലർ വരുന്നത് 2 എണ്ണം വേറെ വേറെയാണ്. മെയിൻ എന്താ പറയുക, ഇതോ ഒരു സ്റ്റോക്കും 2 സ്റ്റോക്കൊക്കെ അവൈലബിൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോർമലി ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഹൈ വാല്യൂ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ വാല്യൂ ഇപ്പോൾ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അപ്പം തന്നെ, നിങ്ങൾക്ക് അറിയില്ല, ആമസോണിൻ്റെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കസ്റ്റമറിനൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഷിപ്പ് ചെയ്യുമ്പോൾ ഒറിജിനൽ സംഭവം അയക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ ഒരു ചാറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു പ്രൂഫായിട്ട് ഇമെയിലിലേക്ക് അയപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൂഫ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ സാധനം ചെയ്ത് വെക്കാൻ നല്ലതാണ്, അത് ഒരു പ്രിക്കോഷൻസ് പോലെ നല്ലതാണ്. അപ്പോൾ അത് എനിക്ക് അതുകൊണ്ട് തന്നെ ആമസോണിൽ ഇതുവരെയായിട്ട് ഒരു ഉടായ്പ പാക്കേജിങ് ഒന്നും സംഭവം കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇപ്പോൾ AC അടക്കം ഞാൻ എല്ലാ സംഭവങ്ങളും ആമസോണിൽ നിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും, പറയാൻ പറ്റില്ല, ഇപ്പോൾ ഫുള്ള് അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ലൊരു പ്രിക്കോഷൻ മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ സാംസങ് S24 അൾട്ര ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താ വെച്ചാൽ പഴയ സ്റ്റോക്ക് ആയല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല ഡീലാണ്. ഇത് വരുന്നത് 12 GB 256 GB മോഡലാണ്. ഈ ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്, ടൈറ്റാനിയം ബ്ലാക്കിൻ്റെയും അവൈലബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാൻ മറക്കണ്ട. എന്തുകൊണ്ടും ബെറ്റർ ഡീൽ തന്നെയാണ്. 1,00,000 താഴെ S24 അൾട്ര കിട്ടണമെങ്കിൽ. ഇത് മാത്രമല്ല, നമുക്കിത് നിങ്ങൾ ആമസോൺ ICC കാർഡൊക്കെ ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5% ഡിസ്കൗണ്ട് കിട്ടും, 13,000 ഡിസ്കൗണ്ട് കിട്ടും. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് ആക്ച്വലി ICICI ബാങ്കിൻ്റെ ഓഫറും വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ 2 ഓഫർ നമുക്ക് ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 95 രൂപീസിന് നമുക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീൽ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ എന്തായാലും കുറഞ്ഞ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് അറിയാം, സാംസങ് ഗ്ലോബൽ വാറണ്ടി അല്ല, നമ്മുടെ ആപ്പിളിൻ്റെ പോലെ ഗ്ലോബലി വാറണ്ടി കിട്ടില്ല. എവിടെ നിന്നാണോ ഇത് കണ്ടിരുന്നാണോ വാങ്ങിക്കുന്നത് അവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദുബായ് അടക്കാതെ പോയി വരുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അവന് കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ വാറണ്ടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അവിടെ പോകുന്ന സമയത്ത് ചെയ്താൽ മതിയല്ലോ. അല്ലാത്ത പക്ഷം പുലിവാലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ വാച്ച് അൾട്ര തന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നത് ആമസോണിൽ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചാണ് ഈ G-Shockൻ്റെ സ്മാർട്ട് വാച്ച്. ഞാൻ നോർമലി ഉപയോഗിക്കുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയാണ്, അൾട്ര 2. ഇത് അൾട്ര 1 ഉണ്ട്, ഞാൻ അപ്പോൾ അത് സെയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അൾട്ര 2 ഞാൻ ആക്ച്വലി ഇതുപോലെ എന്താ പറയുക, ഇത് ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ് നമ്മുടെ സാംസങ് വാച്ച് അൾട്രനായിട്ട് വില കൂടുതലാണ്. ഭയങ്കര ഓവർ പ്രൈസാണ്, സത്യം പറയാമല്ലോ, ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. നിങ്ങൾ ഈ സാധനം സെയിം സാധനം ദുബായ് പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10,000, 20,000, 30,000 ലാഭം കിട്ടും. ശരിക്കും ആപ്പിളൊക്കെ നിങ്ങൾ ദുബായ് പോകണമെങ്കിൽ അതാണ് നല്ലത്. വെച്ചാൽ ആപ്പിളിലൊക്കെ ഗ്ലോബൽ വാറണ്ടി കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഞാനിപ്പോൾ ഓഫീസിൽ തന്നെ പോകാറെന്ന് വെച്ചാൽ ഫുൾ വർക്ക് ഫ്രം ഹോം ആണല്ലോ. ഓഫീസൊക്കെ ഭയങ്കര റയറാണ്. വല്ല മീറ്റിംഗ്സ് സംഭവമൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്നല്ലാണ്ട് ഭയങ്കര റയറാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഇതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചേട്ടാ. ആപ്പിൾ വാച്ചും സാംസങ്ങിൻ്റെ വാച്ചും G-Shockഉം ഒക്കെ സംഭവങ്ങൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഇത് പേജറൊക്കെ എടുത്ത് വേണമെങ്കിൽ കാണിച്ചാൽ എൻ്റെ ആമസോണിൻ്റെ. അപ്പോൾ അല്ലാണ്ട് ചുമ്മാ ആമസോണിൻ്റെ പ്രൊമോഷൻ കാര്യമൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇതിൽ 2 സാംസങ്ങിൻ്റെ വാച്ചുണ്ട്. ഇതുപോലെ ഒരെണ്ണം ഞാൻ സാംസങ് എന്താ പറയുക ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് എനിക്ക് പണി കിട്ടിയത്, എനിക്ക് എന്നിട്ട് സാംസങ്ങാണ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാനലിൽ രണ്ടാമത്തെ ഫസ്റ്റ് മെയിൻ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഡിപ്പെൻസ്. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളി ഇപ്പോൾ എനിക്കിപ്പോൾ ഇവർ 2 പേരും പ്രൊമോഷൻ തരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല. ഫ്ലിപ്കാർട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അറ്റ് ഓൺ യുവർ റിസ്ക് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിസ്ക് എടുത്തിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പറയുമ്പോൾ ഫ്ലിപ്കാർട്ടിലാണ് പ്രൊഡക്ട്സും കൂടുതലും സംഭവങ്ങളൊക്കെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിലയും കുറവ് അതിലാണ്, ഓഫേഴ്സും. അതുകൊണ്ടാണ് ഞാൻ അന്നൊരു ദിവസം ഇതുപോലെ 1,500 രൂപ കൊണ്ട് കുറവ് ആമസോണിൽ കുറവുണ്ടായിരുന്നു. അങ്ങനെ
ചെയ്ത് ഓർഡർ ചെയ്താൽ എന്നിട്ട് അതിൻ്റെ പിന്നാലെ നടന്ന് പെട്രോൾ ചിലപ്പോൾ അതിനായിട്ട് കൂടുതൽ കത്തിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ അത്യാവശ്യം അടുത്ത് സാംസങ്ങിൻ്റെ സർവീസ് സെൻ്റർ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമായില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ചിലപ്പോൾ സെയിം കാശൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ സമയം പോയി കിട്ടി. അതാണ് അധികം ലഭിക്കാൻ പോയി കഴിഞ്ഞാൽ പണികളുടെ വഴി. അപ്പം ഞാൻ ഇനി എന്തായാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വാങ്ങാത്തൊരു വാങ്ങിക്കില്ല. എക്സെപ്റ്റ് ഇപ്പോൾ ഡ്രസ്സ് അങ്ങനത്തെ സംഭവമൊക്കെ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ഒന്നാമത് റിട്ടേൺ ഉണ്ടായിന്, അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല. പിന്നെ ഓപ്പൺ ബോക്സ് ആണ്. ഇപ്പോൾ ഡ്രസ്സും ഷൂവും സംഭവമൊക്കെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ബോക്സ് ആണെങ്കിൽ ശരിക്കും കറക്റ്റ് നോക്കി എടുക്കാമല്ലോ, ഇഷ്യൂസൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കും. അല്ലാത്ത എല്ലാ സംഭവങ്ങളും ആമസോൺ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് എത്തിച്ചേരും. ബേസിയൊക്കെ ഞാൻ എല്ലാവരും വീട്ടിലത്തെ പുതിയ ഇപ്പോൾ ഞാൻ പാനസോണിക് AC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതൊക്കെ ആമസോൺ ഉണ്ട്, നമുക്ക് വീട്ടിലെത്തിച്ചേരും. അടുത്ത ദിവസം കസ്റ്റമർ കെയർ വന്ന് സർവീസ് ചെയ്ത് ഇൻസ്റ്റാളും ചെയ്തു തന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഓഫ്ലൈൻ വാങ്ങിച്ചാലും ഓൺലൈൻ വാങ്ങിച്ചാലും സർവീസ് സെൻ്ററുകാരൻ ഇതൊക്കെ ചെയ്യുക. രണ്ടിപ്പോൾ പണ്ടത്തെ പോലെ ഡയറക്റ്റ് കടക്കാരൊന്നും ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ സെയിം. അപ്പോൾ നമുക്ക് ഏതാ ഈസി, നമുക്ക് ഏതാ ബെറ്റർ, നമുക്ക് ഏതാ ഈസി ഡീലിൽ കിട്ടുന്നത് അത് ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ നമ്മുടെ. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ സാംസങ് S24 Ultra നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം, മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും സ്മാർട്ട് ഫോൺ സെക്ടറിലും ആർക്കിടെക്ചർ സെക്ടറിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാം ചാനലിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്ക് കേൾക്കാൻ താഴെ കൊടുത്തിട്ട് ഫോളോ ചെയ്താൽ മതിട്ടാ. അടുത്ത കാണാം.